എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആധാരമാക്കിയിരിക്കുന്ന സങ്കീർത്തനം 20-ാമത്തെ അധ്യായമാണ്. സങ്കീർത്തനം 20-ാമത്തെ അധ്യായം ദാവീദ് രചിച്ചതാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനിൽ മജോറിറ്റി ഓഫ് സങ്കീർത്തന പുസ്തകങ്ങൾ ദാവീദ് രചിച്ചതാണ്. ദാവീദിൻ്റെ കഷ്ടകാലത്തിൽ പ്രയാണം ചെയ്യുമ്പോൾ പല സങ്കീർത്തനം അങ്ങനെയാണ് രചിച്ചത്. ഇതും അതുപോലത്തെ ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം വരട്ടെ, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തട്ടെ, അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായം അയക്കുമാറാകട്ടെ, സിയോനിൽ നിന്നെ താങ്ങുമാറാകട്ടെ, നിൻ്റെ വഴിപാടുകളെയൊക്കെ അവൻ ഓർക്കട്ടെ, നിൻ്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിൻ്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ, ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൊടി ഉയർത്തും, യഹോവ നിൻ്റെ അപേക്ഷകളെ ഒക്കെ നിവർത്തിക്കുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ പറയുന്നു. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ നമ്മുടെ കഷ്ടകാലത്തിൽ യാക്കോബ് ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ബൈബിളിൽ 26 പ്രാവശ്യം കഷ്ടകാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഷ്ടകാലം, എന്താണ് ഈ കഷ്ടകാലം, എങ്ങനെയാണ് അതിനെ നമ്മൾ തരണം ചെയ്യുന്നത്? കഷ്ടകാലം എന്ന് പറയുന്നത് ഒരുവൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ കടന്നുകൂടുന്ന സമയമാണ്. അതിനെയാണ് നമ്മൾ കഷ്ടകാലം എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ ഒരു സന്ദർഭത്തിൽ ഓർക്കുകയാണെങ്കിൽ രോഗം, വളരെയധികം രോഗത്തിൽ അടിമപ്പെട്ട് മാരകമായ രോഗം മൂർച്ഛിച്ച് അവൻ്റെ ഒരുപാട് പൈസയും ഒക്കെ രോഗത്തിന് വേണ്ടി ചിലവഴിച്ചു, ശരിയായില്ല, അങ്ങനെയൊരു കഷ്ടകാലം, അതിനൊരു കഷ്ടകാലം എന്ന് പറയും. മറ്റു ചിലർക്കാണെങ്കിൽ സാമ്പത്തിക പരാധീനത, ഒരുപാട് കാശുകൾ നമുക്ക് കടം കയറി അങ്ങനെ സാമ്പത്തിക പരാധീനയായി വീടൊക്കെ ജപ്തി ചെയ്യുകയും അങ്ങനെ ബിസിനസ് പൊട്ടി ഒരുപാട് കടങ്ങൾ കയറി അതിൻ്റെ മുകളിൽ ആയിരക്കണക്കിന് കേസുകൾ, അങ്ങനെയുള്ള ഒരു കഷ്ടകാലം. പിന്നെ എതിർപ്പുകൾ, അപവാദങ്ങൾ, ഭീഷണികൾ, ഒരു സഹോദരൻ വേറൊരു സഹോദരനെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കാത്തൊരു കഷ്ടകാലം. അയാളുടെ പേരിൽ, ഇന്നസെൻ്റായിട്ടുള്ള അയാളുടെ പേരിൽ അയാളുടെ സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തും മറ്റും മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില കേസുകൾ. സ്വന്തം സഹോദരൻ തന്നെ വേറൊരു സഹോദരൻ്റെ സ്വത്ത് തട്ടിപ്പറിക്കാനും അയാളുടെ സ്വത്ത് കൈവശമാക്കാനും നോക്കുന്ന അങ്ങനെയുള്ള പരാതികൾ. പിന്നെ ഏഷണി, അപവാദങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക, മറ്റുള്ളവർ മുമ്പിൽ ഒറ്റപ്പെടുത്തുക, അപമാനിക്കുക, ഇങ്ങനെയുള്ള പല കഷ്ടകാലങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കഷ്ടകാലത്തെ തരണം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. എങ്ങനെയാണ് ഈ കഷ്ടകാലത്തെ നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന ചില സമയങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ തരണം ചെയ്യുന്നത്? അപ്പോൾ അത് തരണം ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ കൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തരണം ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് തരണം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ കഷ്ടകാലത്ത് നമുക്ക് വിടുതൽ തരും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. ഇസഹാക്ക്, യാക്കോബ്, അബ്രഹാമിനെല്ലാം ദൈവം ഒരു ഉടമ്പടി ചെയ്തിരുന്നു. അങ്ങനെ ആ ഉടമ്പടിയിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ്
ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അബ്രഹാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇസഹാക്കിനോട് യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യാക്കോബ് ഉപായിയായിരുന്നെങ്കിലും അതുപോലെ അനുദപിച്ചു. അനുതാപത്തിൽ കൂടി ദൈവം യാക്കോബൻ ചെയ്ത പാപങ്ങളെയെല്ലാം ക്ഷമിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം യാക്കോബ് ലബാൻ്റെ അടുക്കൽ നിന്ന് ഭാര്യയും 11 കുട്ടികളെയെല്ലാമായിട്ട് യാക്കോബ് കനാൻ ദേശത്തേക്ക് പോകുന്ന വഴിയിൽ എല്ലാവരെയും അങ്ങോട്ട് ഒരു കടവ് കടത്തി വിട്ടിട്ട് ഒറ്റയ്ക്കിരുന്നപ്പോൾ ഒരു ദൈവദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തി. അത് ജയിക്കില്ലെന്ന് കണ്ടപ്പോൾ ആ ദൂതൻ യാക്കോബിൻ്റെ തുടയിൽ തൊട്ടു. അങ്ങനെ കാലുളുക്കി. നീ എന്നെ അനുഗ്രഹിച്ചില്ല, നിന്നെ ഞാൻ വിടുകയില്ല. നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. എൻ്റെ പേര് യാക്കോബ്. എൻ്റെ പേര് യാക്കോബ് എന്നല്ല, എൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. പെനിയേൽ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത് സംഭവിച്ചത്. അതിന് യാക്കോബ് പേരിട്ടിരിക്കുന്നത് പെനിയേൽ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. അങ്ങനെ യാക്കോബ് മഹാസമ്പന്നനായിത്തീർന്നു. ദൈവത്തിൻ്റെ അങ്ങനെ ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ യാക്കോബിൻ്റെ നാമത്തിൽ ഉടലെടുത്തതാണ്. അപ്പോൾ കഷ്ടകാലത്തിൽ അത് ബഥേൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്ന് മനസ്സിലാക്കി അവിടെ ഒരു കല്ലെടുത്ത് വെച്ച് തൂണുണ്ടാക്കി അവിടെ ഒരു യാഗപീഠം പണിതു എന്ന് നമുക്ക് ബൈബിളിൽ വായിക്കാൻ പറ്റും. അപ്പോൾ നാം ചെയ്യേണ്ടത്, കഷ്ടകാലത്തിൽ നാം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവമുമ്പാകെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം തരണം ചെയ്യുവാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചില ആൾക്കാർ കഷ്ടകാലം വരുമ്പോൾ അവർ ആ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോവും. ചിലർ ആത്മഹത്യ ചെയ്യും. ചിലർ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കഷ്ടതകൾ നമ്മുടെ അനുഗ്രഹമാക്കി ദൈവം മാറ്റും. കഷ്ടകാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അത് ആ സഹനങ്ങളെയെല്ലാം ദൈവം ഒരു അനുഗ്രഹമാക്കി നമുക്ക് മാറ്റും. അതുകൊണ്ട് നമ്മുടെ സാഹചര്യം എങ്ങനെയാണോ അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ രക്ഷിക്കും. അപ്പോൾ ദൈവം പറഞ്ഞേക്കുന്നത് നിൻ്റെ വഴിപാടുകളെയൊക്കെയും ദൈവം ഓർക്കും. നിൻ്റെ വഴിപാടുകളൊക്കെ ഓർക്കും. നിൻ്റെ ഹോമയാഗം കൈക്കൊള്ളും. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് സാധിച്ചു തരും. നിൻ്റെ കാര്യങ്ങളൊക്കെയും നിവർത്തിച്ചു തരും. ഞങ്ങൾ നിൻ്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടിയുയർത്തും. യഹോവ നിൻ്റെ അപേക്ഷകളെ ഒക്കെയും നിവർത്തിച്ച് തെരുമാറാകട്ടെ. യഹോവ തൻ്റെ അഭിഷേകത്തിനെ രക്ഷിക്കുന്നുവെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരം വരണം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്ന ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിച്ചു. അപ്പോൾ ദൈവം ആണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കഷ്ടകാലത്ത് നമ്മുടെ കൂടെ ഇരുന്ന് ദൈവം നമ്മളെ സംരക്ഷിക്കുകയും നമ്മുടെ കഷ്ടകാലം നമുക്കൊരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് പ്രതിസന്ധിയിൽ തളരാതെ, നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങൾ നിരാശപ്പെടാതെ, കഷ്ടകാലത്തിൽ അനർത്ഥങ്ങളൊന്നും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ജീവനെ ദൈവത്തിൽ സമർപ്പിക്കുക. ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കഷ്ടകാലത്തിൽ തരണം ചെയ്യാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ കൂടി നമ്മൾ ദൈവത്തിൽ മുന്നേറുക. ദൈവം നമുക്ക് ജയം തരും. നമ്മളെ സംരക്ഷിക്കും. നമുക്ക് പ്രൊട്ടക്ഷൻ തരും. നമുക്ക് സപ്പോർട്ട് തരും. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും. അപ്പോൾ നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി തരുന്ന ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ആരും ആത്മഹത്യയിലേക്ക് പോകരുത്. ആരും വേണ്ടാത്തൊന്നും ചെയ്യാതെ നിങ്ങളുടെ ഹൃദയം മുഴുവനും നിങ്ങളുടെ കണ്ണുനീര് ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുക. ആ കഷ്ടകാലത്തിൽ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ് നിനക്കുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ജാഗരിച്ച് ദൈവത്തിൽ മുന്നേറുക. ദൈവം നിങ്ങളെ രക്ഷിക്കും. ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള മെസ്സേജ്.
വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്സഡ് ഡേ. ബൈ. God bless you all. Thanks for watching my video.